രാവിലെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. മിററിൽ നോക്കി സംസാരിക്കാൻ. അപ്പം നൂറയാണ് വിളിച്ചത്. പിന്നെ ഉടനെ ഭയങ്കരമായിട്ട് മേക്കപ്പൊക്കെ ഇട്ട് മിററിൻ്റെ മുമ്പിൽ ചെന്നിട്ട് "അയ്യോ ഞാൻ മെലിഞ്ഞു പോയി ഒരുപാട്. പക്ഷെ നിന്നെ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാ പ്രേക്ഷകരും. നിന്നെ അതുകൊണ്ടല്ലേ ഇവിടം വരെ നിന്നെ എത്തിച്ചത്. ഇനി നീ ടോപ്പ് 5 എത്തും. നീ ആയിരിക്കും വിന്നർ. ഈ സീസണിലെ വിന്നർ നിന്നെയായിരിക്കും പ്രേക്ഷകരാക്കാൻ പോകുന്നത്" എന്ന് സ്വയം അങ്ങ് തള്ളി മറിക്കുവാ. എന്നിട്ട് പറയും "നീ ഇവിടെ ഒറ്റയ്ക്ക് കളിക്കാൻ വന്ന്. ഒരു PR ഇല്ല. ഒരു ആരുടെയും സപ്പോർട്ടില്ല. ഇവിടെ ആണെങ്കിൽ PR ഉള്ളവരും ഗ്രൂപ്പിസും എല്ലാം ആണ്. നിനക്കതൊന്നും ഇല്ലാതെ നീ ഒറ്റയ്ക്ക് കളിച്ച് നീ ഇവിടം വരെ എത്തി. അതിൽ പ്രൗഡ് തോന്നുന്നു" എന്നും പറഞ്ഞ് ഒരു കൈ കൊണ്ട് മറ്റേ കൈ കൊണ്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. എന്നിട്ട് നിനക്ക് വന്ന തെറ്റെന്ന് വെച്ചാൽ എല്ലാവരെയും വിശ്വസിച്ച് അവരുടെ ഉള്ളിലങ്ങ് എടുക്കും. പക്ഷെ അവർ നിന്നെ ചതിക്കുവാണെന്ന് നീ പിന്നീടാണ് അറിയുന്നത്. പിന്നെ നീ ഒരുപാട് ഉയരത്തിലെത്തും. നീ പിന്നെ വലിയ ഇതിലെത്തുമ്പോൾ നിന്നെ തള്ളി പറഞ്ഞവരൊക്കെ നിന്നെ തേടി വരും. നിന്നെക്കൊണ്ട് ആവശ്യമുണ്ടാവും എന്നൊക്കെ തന്നെ ഒരുപാട് ഇങ്ങനെ സ്വയം തന്നെ പൊക്കുവാണ്. പിന്നെ നീയാണ് ഇവിടെ ജെന്യുവിനായിട്ട് കളിച്ച ഒരേ ഒരാൾ. പിന്നെ കുറേ തള്ളൽ ആയപ്പോഴത്തേക്കും ബിഗ് ബോസിന് തന്നെ സഹിക്കുന്നില്ല ഈ തള്ളൽ കൂടിയപ്പോൾ. അതുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞ് "നൂറ ഓൾ ദ ബെസ്റ്റ്, പൊക്കോ" എന്നും പറഞ്ഞ് അവസാനം ബിഗ് ബോസ് പറഞ്ഞു വിട്ട്. ബിഗ് ബോസ് വിളിച്ചു വരുത്തി കണ്ണാടിയുടെ മുമ്പിൽ നിർത്തിയതാണ്. പക്ഷെ അത് മറിച്ചിടും. ഇനി അടുത്ത ആൾക്കാർ വരാനുള്ളവരില്ലേ സംസാരിക്കാൻ. അതുകൊണ്ട് പിന്നെ ബിഗ് ബോസിന് ഇരട്ടി ജോലിയാവുമെന്നോർത്ത് ബിഗ് ബോസ് രാവിലെ തന്നെ ഓടിച്ച് പൊക്കോളാൻ പറഞ്ഞു.